അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാം ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമാണ്. ശാരീരികമായും മാനസികമായും നല്ല കരുത്തും ഉന്മേഷവും ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതിന് ഇസ്ലാം ഒരിക്കലും എതിരല്ലെന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ മത്സര രീതികളും അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ ഉല്ലാസങ്ങൾക്കുമൊക്കെ ആവശ്യമായ പലതിനും ഇസ്ലാം പ്രോത്സാഹനം നൽകിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ പല കൂട്ടായ്മകളും വ്യായാമങ്ങളുടേതായ പല കൂട്ടായ്മകൾ ഇന്ന് രാജ്യത്ത് കാണുന്നുണ്ട്. മെക്സവൻ എന്ന പേരിൽ ഇപ്പോൾ രാജ്യത്ത് വ്യാപകമായ നിലയ്ക്ക് ചില കൂട്ടായ്മകൾ എക്സർസൈസുകൾ, വ്യായാമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പല ആശങ്കകളും അതുപോലെ തന്നെ മറ്റു പല പ്രചരണങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് പലരും നടത്തുന്നുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യായാമ കൂട്ടായ്മയിൽ ഒരാൾ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ ഒരാശങ്കയ്ക്ക് ഇടം കൊടുക്കേണ്ടുന്ന കാര്യമൊന്നുമല്ല. അതേ അവസരത്തിൽ ഇത് സ്ത്രീകൾ ഇത് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും വിവാദങ്ങൾ ഉയരാറുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കും പുരുഷനെ പോലെ തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമൊക്കെ അത്യാവശ്യം തന്നെയാണല്ലോ, അതിൽ യാതൊരു തർക്കവുമില്ല. എങ്കിൽ ഒരു സ്ത്രീക്ക് വ്യായാമം ചെയ്തുകൂടെ? ചെയ്യാം. അതിന് ഇസ്ലാം യാതൊരു വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ തൻ്റെ വീട്ടിൽ വെച്ച് ഇത് നിർവഹിക്കുകയാണെങ്കിൽ അതായിരിക്കും അവൾക്ക് നല്ലത്. ഇനി അതല്ല, വീട്ടിൽ നിർവഹിക്കുവാൻ നിവൃത്തിയില്ല, ഒരു കൂട്ടമായ സ്ഥലത്താകുമ്പോൾ അതുകൊണ്ട് അത് നിർവഹിക്കുവാനൊരു പ്രചോദനമുണ്ടാകും എന്നാണെങ്കിൽ അന്യ പുരുഷന്മാർക്കിടയിൽ നിന്നുകൊണ്ട് അവരുമായി ഇടകലർന്ന് നിന്നുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട്? വ്യായാമം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിർബന്ധിതമായ സാഹചര്യത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ചിലയിടങ്ങളിൽ ഇടകലരേണ്ടി വരാറുണ്ട്. അങ്ങനെ ഇടകലരാതെ നിവൃത്തിയില്ലാത്ത ഒട്ടേറെ ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അതേപോലെയല്ലല്ലോ ഒരു വ്യായാമത്തിൻ്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. അത് സ്ത്രീകൾക്ക് മാത്രമായിക്കൊണ്ട്, പുരുഷന്മാർ കാണാതെ അവർക്ക് മാത്രമായിക്കൊണ്ടൊരിടത്ത് നിർവഹിക്കുവാൻ യാതൊരു പ്രയാസവുമില്ലല്ലോ. അങ്ങനെ മറ്റൊരിടത്തവർ നിർവഹിക്കുമ്പോൾ പോലും അത് ക്യാമറയിൽ പകർത്തി ലോകമൊട്ടാകെ കാണുന്ന നിലക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ അതിൻ്റെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്ത് ആളുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അവർ അത്തരത്തിലുള്ള കൂട്ടായ്മകളിലും ഈ കാര്യങ്ങൾക്ക് ഏർപ്പെടേണ്ടത്. അതേപോലെ തന്നെ അവർ പാലിക്കേണ്ടുന്ന ചില നിബന്ധനകളുമുണ്ട്. അവരിങ്ങനെ ഷോർട്സ് ഇങ്ങനെ ആണുങ്ങളൊക്കെ ധരിക്കുന്നത് പോലെ ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അവരുടെ ഔറത്തുകൾ മറയാത്ത നിലക്കോ ശരീരം പ്രദർശിപ്പിക്കുന്ന നിലക്കോ ഒന്നുമല്ല അവർ അതിൽ പോലും പങ്കെടുക്കേണ്ടത്. അതിൻ്റെതായ ഒരു വ്യായാമ രീതിക്ക് ആവശ്യമായ നിലക്കുള്ള വസ്ത്രധാരണം ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്കത് അറിയാമല്ലോ, എപ്രകാരമാണ് ആവേണ്ടത് എന്ന്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർക്കത് നിർവഹിക്കാം. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ടതാണോ എന്നൊന്നും ഇനി ആരും താഴെ കമന്റുകൾ പറയേണ്ടതില്ല. ഈ നിയമം പറയുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ, ആരോഗ്യം കാത്തു സൂക്ഷിക്കണം എന്നതിനോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് മരണാനന്തര ജീവിതത്തിൽ തനിക്ക് വിചാരണയുണ്ടെന്ന കാര്യം. തന്നെ സൃഷ്ടിച്ച് തനിക്ക് ആരോഗ്യം നൽകുന്ന, തനിക്ക് വേണ്ട വായുവും വെള്ളവുമെല്ലാം നൽകി തന്നെ പരിപാലിക്കുന്ന സ്രഷ്ടാവിലേക്ക് മരണാനന്തരം മടങ്ങിപ്പോകണമെന്നും അവൻ്റെ കൽപ്പനകൾ മാനിക്കൽ തനിക്ക് നിർബന്ധമാണെന്നുമാണ് ഒരു മുസ്ലിം പഠിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പുരുഷനോടാവട്ടെ സ്ത്രീയോടാവട്ടെ ഏത് നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ട ഇടങ്ങളിൽ അത് പാലിക്കുക എന്നുള്ളത് പുരുഷനായാലും സ്ത്രീ ആയാലും അവർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാർ കാണുന്നൊരു ഘട്ടത്തിൽ അവൾക്ക് ഒരു വേഷമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കിടയിലാകുമ്പോൾ തന്നെയും അവൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്.
ആ മര്യാദകളൊക്കെ പാലിക്കണമെന്നുള്ളതാണ് മുസ്ലിം സ്ത്രീകളോട് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. അതുപോലെ പ്രവാചക ചര്യയിലും ആ നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് മൊത്തത്തിലുള്ള എല്ലാ ആളുകളോടുമുള്ള നിയമമല്ല. മുസ്ലിം സ്ത്രീകൾ അവർ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ ഫോളോ ചെയ്യണമെന്നും പരലോക കോടതിയിൽ വിചാരണയുടെ വേളയിൽ താൻ രക്ഷപ്പെടണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭക്തയായി ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവരോടാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞിട്ടുമുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 30-31 സൂക്തങ്ങൾ, അതുപോലെ സൂറത്തുൽ അഹ്സാബ് 53-59 തുടങ്ങിയിട്ടുള്ള സൂക്തങ്ങളിലൊക്കെ ഒരു വിശ്വാസിനിയായ സ്ത്രീ അവൾ തൻ്റെ മൂടുപടം ധരിക്കണമെന്നും അഥവാ തൻ്റെ ശരീരത്തെ മറക്കണമെന്നും കൃത്യമായി പഠിപ്പിക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പറയുന്നിടത്തൊക്കെ വിശ്വാസികളോടാണ് പറയുന്നത്. വിശ്വാസികളായ പുരുഷന്മാരോട് അവരോട് പറയേണ്ട കാര്യങ്ങൾ, അതുപോലെ വിശ്വാസിനികളായ സ്ത്രീകളോട് അവരോട് പറയേണ്ട കാര്യങ്ങൾ, ഇതൊക്കെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് ഫോളോ ചെയ്യാനും അതനുസരിക്കുവാനും ആ രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും താല്പര്യപ്പെടുന്നവരോടാണ് വിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഈ കേൾക്കുന്ന ഈ നിയമങ്ങൾ അനുസരിച്ച് ഏത് വ്യായാമ കൂട്ടായ്മകളിലും സ്ത്രീകൾ ഇടപെടാവൂ എന്ന് ഒരു നിയമമൊന്നും പറയേണ്ടതില്ല, അത് പറയുന്നുമില്ല. അതേ അവസരത്തിൽ മുസ്ലിം സ്ത്രീക്ക് അവളുടേതായ ചില ചിട്ടകളും മര്യാദകളും പാലിക്കേണ്ടതുണ്ട്. എവിടെയായിരുന്നാലും അത് വ്യായാമ കൂട്ടായ്മകളിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വ്യായാമം എന്ന് പറയുന്നത് വെറുതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെയല്ലല്ലോ. അതിൽ ചാടലും തുള്ളലും അതുപോലെ തന്നെ കുനിയലും നിവരലും പല വിധത്തിലുള്ള ശാരീരികമായ നിലക്കുള്ള പ്രവർത്തനങ്ങളും അവിടെയുണ്ട്. അവിടെയൊക്കെ അവളുടെ മാന്യത അവൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള വിധത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ള നിഷ്കർഷ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് പാലിച്ചുകൊണ്ട് അവൾ ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു തെറ്റുമല്ല. ആ രംഗത്ത് ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യത്തിലും ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോട് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സന്മനസ് എല്ലാ വിശ്വാസികൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ربنا تقبل منا إنك أنت السميع العليم والحمد لله رب العالمين والسلام عليكم ورحمة الله.